ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം ബിഗ് ബോസ് സീസൺ 6 കുറിച്ച്, മലയാളത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതായത് സിജോ തിരിച്ചു വന്നിരിക്കുകയാണ്. വീടിനുള്ളിൽ കയറുകയുണ്ടായി. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ ഉണ്ടായിരുന്നു. ഫിസിക്കൽ അസോൾട്ട് ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അടികൊള്ളുകയും, അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 30 ദിവസം ആയിരിക്കുന്നു. പിന്നെ 30 ദിവസത്തിനടുപ്പിച്ചായിരിക്കുന്നു പിന്നിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. 10-27 ദിവസം ആയി എന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിലായിരുന്നു, വിശ്രമത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ പുള്ളി വന്ന ഉടനെ വലിയ സ്വീകരണത്തോടെയൊക്കെയാണ്, വലിയ ഇതൊക്കെ കൊടുത്താണ് ബിഗ് ബോസ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. വന്നിട്ട് ബിഗ് ബോസിൽ ഉള്ള മത്സരാർത്ഥികളോട് പറയുന്നു, ഞാൻ ഒരു തീ ആയിട്ടാണ് വന്നത്, ഒരു തീ കൊണ്ടാവായിട്ടാണ് വന്നത്. ഞാനത് കത്തിച്ച് ഞാനത് ഇവിടെ കത്തിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്നാണ് പറയുന്നത്. ഇനി എന്ത് തീക്കുണ്ടമാണെന്നൊന്നും അറിയില്ല. ഇനി എന്ത് തീക്കുണ്ടമായിരുന്നാലും അടി. കാരണം നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ പ്രൊവോക്കിങ് മറ്റൊരാളിന്റെ ദേഹത്ത് കൈവച്ചുകൊണ്ടായിരിക്കരുത് പ്രൊവോക്കിങ്. കാരണം നിങ്ങൾക്ക് അത് സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ കൈ നമ്മുടെ ഭാഗത്ത് തന്നെ ഇരിക്കണം. വേറൊരാളിന്റെ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പ്രൊവോക്ക് ചെയ്യുന്ന അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അടി കിട്ടുന്നത്. അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇനി കളിക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അന്ന് അങ്ങനെ ദേഹത്ത് തൊട്ടില്ലായിരുന്നെങ്കിൽ അടി നടക്കത്തില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ദേഹത്ത് തൊടുമ്പോഴല്ലേ അടി നടക്കുള്ളൂ. കാരണം താടിയിലൊക്കെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും, പക്ഷെ റൈസായി നിൽക്കുന്ന ഒരാളിനടുത്ത് എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കൈ വെച്ചു. അതാണ് അടി പറ്റിക്കാൻ കാര്യം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കുക. അതേപോലത്തെ തീക്കുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ ഇത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഇപ്പം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ പോയി ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ബിഗ് ബോസിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആരുമില്ല എന്ന് തന്നെ പറയാം. ഇപ്പം ജിൻഡോ മാത്രമാണ് അവിടെ ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ, കാരണം എല്ലാവരുടെയും മൂടിക്കെട്ടിയിരിക്കുക. ബിഗ് ബോസ് പുതിയതായിട്ട് വന്നിരുന്ന എല്ലാവരെയും, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന എല്ലാവരെയും ബിഗ് ബോസ്, അതായത് അഭിഷേക് ശ്രീകുമാറിന്റെ വന്ന ഉടനെ തന്നെ മൂടി കെട്ടി എന്തോ ഒരു പ്രശ്നത്തില്. അതൊക്കെ തേച്ചു മാച്ച് കളഞ്ഞ ഒരു ഇതിലങ്ങ് പോകാം എന്ന് ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അത് ചെയ്തു, അങ്ങനെ ആക്കി. അത് കഴിഞ്ഞ് നമ്മുടെ സിബിന്റെ മൂടിക്കെട്ടി, സീക്രട്ടിന്റെ മൂടിക്കെട്ടി. അങ്ങനെ എല്ലാവരുടെയും മൂടിക്കെട്ടിയെ വെച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്ക് പിന്നെ ഒരു പേടിയായി തുടങ്ങി. കാരണം റെഡ് കാർഡ് ഇപ്പൊ മഞ്ഞ കാർഡാണ് തരുന്നത്, ഇനി റെഡ് കാർഡ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് കളിക്കാൻ ഒരു പേടി. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തില് നിങ്ങൾ എന്തായിരുന്നാലും തിരിച്ചു വരണമെന്ന് ബിഗ് ബോസിന് ആഗ്രഹം ഉണ്ടാവും. കാരണം ഈ കേസ് വഴക്ക് തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും പറഞ്ഞ സിജോയെ ഈ മത്സരത്തിലേക്ക് എടുക്കുകയും വേണം, കപ്പ് കൊടുക്കുകയും വേണമെന്നുള്ള ഒരു ഇതുണ്ട്, ബിഗ് ബോസിനുണ്ട്. അല്ലെങ്കിൽ ഇത് നടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേസ് അത്രയ്ക്ക് ബലം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സംപ്രേഷണം ചെയ്യുന്ന, പക്ഷെ നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ പ്രവൃത്തിയിലുമായിരിക്കും ഇനി അങ്ങോട്ട് പോകേണ്ടത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നേരാവണ്ണം കളിക്കുക. അപ്പോ സിജോ തിരിച്ചു വന്നതിൽ ചിലപ്പോ ഇനി ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഇനി അങ്ങോട്ടൊരു തീപ്പൊരിയായിട്ടും തീക്കുണ്ടമായിട്ടൊക്കെ വരുമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ തീയായിട്ടോ ഒറ്റൊക്കെ വരൂ. ആൾക്കാർക്ക് നിങ്ങളെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറികൾ ആരും വിളിക്കാതിരിക്കുക. മനുഷ്യർ, ഈ കാണുന്ന പ്രേക്ഷകരെ ഒരു
നോക്കുകുത്തികളാക്കാതിരിക്കുക. അത് എല്ലാവർക്കും ബാധകമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. ഇപ്പോൾ ഒരു നല്ല ഇതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.